നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നാഷണൽ നോളജ് കമ്മീഷൻ 2005. രാധാകൃഷ്ണൻ കമ്മീഷൻ, മുദ്ലിയാർ കമ്മീഷൻ, UGC, കോത്തരി കമ്മീഷൻ കണ്ടു. അപ്പോൾ ഇത് നാഷണൽ നോളജ് കമ്മീഷൻ 2005 ആണ്. അപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് ആണ്. ഇതിന് മുന്നേ നമ്മൾ കണ്ടതെല്ലാം 1900 വരുന്ന കമ്മീഷൻസ് ആണ്. ഇത് 2005 വരുന്നതാണ് നാഷണൽ നോളജ് കമ്മീഷൻ. 2005 നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ടൈമിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 2005 മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള മൻമോഹൻ സിംഗ് ആണ്. 13 ജൂൺ 2005 2005 ജൂൺ മാസം 13 മൻമോഹൻ സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കമ്മീഷനാണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഹൈ ലെവൽ അഡ്വൈസറി ബോഡി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു ഹൈ ലെവൽ അഡ്വൈസറി ബോഡിയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ അഡ്വൈസറി ബോഡി ആയിട്ടാണ് നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഏതൊക്കെ തലത്തിലാണ് അഡ്വൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ഇവിടുത്തെ വിദ്യാഭ്യാസ നയങ്ങൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, റീഫോർമേഷൻ ഓഫ് നോളജ് എക്കോണമി, ഇവിടെ ഒരു നോളജ് എക്കോണമിയുടെ ഒരു റീഫോർമേഷനെ പറ്റിയിട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയിട്ട്, പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ പറ്റിയിട്ട് അഡ്വൈസ് കൊടുക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഹൈ ലെവൽ അഡ്വൈസറി ബോഡിയാണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുന്നത്. 2005 മൻമോഹൻ സിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തു. 2005 ഒക്ടോബർ 2 മുതൽ 2008 ഒക്ടോബർ 2 വരെയുള്ള ഒരു 3 വർഷത്തെ ഒരു ടൈം പീരീഡിലുള്ള ഒരു കമ്മീഷനായിട്ടാണ് ഈ NKC വരുന്നത്. 2005 to 2008. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് ഒരു 3 വർഷം എടുക്കുന്നത്. ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് ഫെബ്രുവരി 2006 ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. ദെൻ ഈ ഒരു കമ്മീഷൻ സബ്മിറ്റഡ് അറൌണ്ട് 300 റെക്കമെൻഡേഷൻ ഓൺ 27 ഫോക്കസ് ഏരിയാസ്. ഇവർ 300ഓളം റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് 27 ഫോക്കസ് ഏരിയാസിലാണ്. അപ്പോൾ ഇത് മുഴുവൻ റെക്കമെൻഡേഷൻസ് ഒന്നും നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാനുള്ള പോസിബിൾ അല്ല. ബട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കണം. അപ്പോൾ 27 ഫോക്കസ് ഏരിയാസിൽ വെച്ചുകൊണ്ട് 300 റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്തു. 2005 ജൂൺ 13 എസ്റ്റാബ്ലിഷ് ചെയ്തു. 2005 ഒക്ടോബർ 2 തൊട്ട് 2008 ഒക്ടോബർ 2 വരെയായിരുന്നു ഒരു കമ്മീഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം പീരീഡ്. അവരുടെ റെക്കമെൻഡേഷനിൽ 27 ഫോക്കസ് ഏരിയാസിന് വെച്ച് 300 റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തത്. ഒഫീഷ്യലി ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് 2006 ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ കമ്മീഷനിലെ മെമ്പേഴ്സ്? ഈ കമ്മീഷന്റെ ചെയർമാൻ സാം പിട്രോഡയാണ്. സാം പിട്രോഡ. വൈസ് ചെയർമാൻ ഡോക്ടർ PM ഭാർഗവ. വൈസ് ചെയർമാൻ PM ഭാർഗവ. ദെൻ ഡോക്ടർ പ്രതാപാനു മേത്ത, ഡോക്ടർ ആൻഡ്രെ ബെറ്റെല്ലി, ഡോക്ടർ അശോക് ഗാംഗുലി, ഡോക്ടർ ജയതി ഘോഷ്, ഡോക്ടർ ദീപക് നയ്യർ, ഡോക്ടർ നന്ദൻ നിൽക്കാണി. ഓക്കെ, നന്ദൻ നിലേക്കാണി. ഇത്രയും പേരാണ് ഇതിലെ മെമ്പേഴ്സ് വരുന്നത്. ഡോക്ടർ PM ഭാർഗവ വൈസ് ചെയർമാനും മിസ്റ്റർ സാം പിട്രോഡ ചെയർമാനും. അപ്പം നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ. ഈ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാം പിട്രോഡയാണ്. ഈ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഡോക്ടർ PM ഭാർഗവയാണ്. ബാക്കിയുള്ള പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പ്രതാപാനു മേത്ത, ആൻഡ്രെ ബെറ്റേലി, അശോക് ഗാംഗുലി, ജയതി ഘോഷ്, ദീപക് നയ്യർ, നന്ദൻ നിലേക്കാനി. ഇത്രയും പേരാണ് നാഷണൽ നോളജ് കമ്മീഷനിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു നോളജ് എഡ്ജ് ആക്കുക ഇൻ കമ്മിങ് ഡിക്കേഡ്സിൽ. ഇനി വരുന്ന ഓരോ ദശാബ്ദങ്ങളിലും ഇന്ത്യ ഒരു നോളജ് എഡ്ജ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അത്രയും നല്ലൊരു വിദ്യാഭ്യാസ നയമാണ് ലക്ഷ്യം വെക്കുന്നത്. സോ ഇന്ത്യനെ വിദ്യാഭ്യാസ തലത്തിൽ ഒരു ലീഡർ ആക്കുക, ഒരു ക്രിയേറ്റർ ആക്കുക. ഇന്ത്യ ലീഡർ, ക്രിയേഷൻ, ആപ്ലിക്കേഷൻ, ഡിസമിനേഷൻ ഓഫ് നോളജ്. നോളജിന്റെ ക്രിയേഷൻ, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻ, ദെൻ ഡിസമിനേഷൻ, അറിവിനെ എങ്ങനെ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ലീഡറായിട്ട് ഇന്ത്യ മാറുക. അപ്പോൾ ഇന്ത്യനെ ഒരു നോളജ് എഡ്ജാക്കി മാറ്റുക. അതുപോലെ തന്നെ ഈ നോളജ് ക്രിയേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഡിസമിനേഷൻ, ഓക്കെ, ഈ ഒരു മേഖലയിലേക്ക് ഇന്ത്യ ഒരു ലീഡറായിട്ട് മാറുക എന്നൊരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേഷൻ ഓഫ് ന്യൂ നോളജ്, ഇന്ത്യനെ പുതിയ അറിവിൻ്റെ ഒരു ക്രിയേറ്റർ ആക്കുക, ഇന്ത്യയിൽ പുതിയ അറിവുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറേ കൂടെ സ്ട്രെങ്ത് ആക്കുക. പ്രൊമോട്ടിങ് ഡൊമസ്റ്റിക് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, കൂടുതൽ റിസർച്ചും ഇന്നോവേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ ഗവേഷണങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ റിസർച്ചിന് ഇന്നോവേഷനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ടാപ്പിംഗ് ഫോറിൻ സോഴ്സസ് ഓഫ് നോളജ്, വിദേശ സോഴ്സസ്, അറിവിൻ്റെ സോഴ്സസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും, അതൊക്കെ എടുക്കുക ത്രൂ ഓപ്പൺ ട്രേഡിംഗ് റെജിംസ്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി, ലൈസൻസിങ്. അപ്പം ഫോറിൻ എഡ്യൂക്കേഷൻ കൂടെ നമ്മുടെ ഇവിടേക്ക് നമ്മൾ എടുത്തുകൊണ്ട് അതിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജി വെച്ചിട്ടും
ലൈസൻസിങ് വെച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം പുതിയ അറിവുകൾ, ന്യൂ ഐഡിയാസ്, ന്യൂ ഇന്നോവേഷൻസ്, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്ട്രെങ്ത് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേഷൻ ഓഫ് ന്യൂ നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിയേഷൻ ഓഫ് ന്യൂ നോളജ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ ടാർഗറ്റ് സെക്ടേഴ്സ് ഓഫ് ഹെൽത്ത്, അഗ്രികൾച്ചർ, ഗവൺമെന്റ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഏതൊക്കെ സെക്ടറിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഹെൽത്ത് സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടർ, ഇൻഡസ്ട്രി സെക്ടർ. ഒക്കെ ഡൈവേഴ്സ് പ്രിയോറിറ്റീസ് ലൈക്ക് യൂസിങ് ട്രഡീഷണൽ നോളജ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ പ്രിയോറിറ്റീസിനെ കുറെ കൂടെ എന്താ പറയുക, വൈവിധ്യമാർന്ന രീതിയിലോട്ട് അതിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തുകയാണ് പ്രയോറിറ്റീസിന്. ലൈക്ക് ട്രഡീഷണൽ നോളജ് ഇൻ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിലുള്ളൊരു ശാസ്ത്രീയമായ ഒരു അറിവ്. എൻകറേജിങ് ഇന്നോവേഷൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ കുറെ കൂടി ഇന്നോവേഷൻസിനെ എൻകറേജ് ചെയ്യിപ്പിക്കുക. ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ ആൻഡ് ബിൽഡിംഗ് എ സ്ട്രോങ് ഇ ഗവേണൻസ് ഫ്രെയിംവർക്ക് ഫോർ പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഇ ഗവേണൻസ് ഫ്രെയിംവർക്ക് കൊണ്ടുവരിക. അപ്പോൾ അറിവിനെ എല്ലാ തലത്തിലും അപ്ലൈ ചെയ്യുക. അറിവിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ വൈവിധ്യമാർന്ന മേഖലകളിലോട്ട് അല്ലെങ്കിൽ കുറെ കൂടെ വിപുലപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സെക്ടേഴ്സിനെ വിപുലപ്പെടുത്തുക. അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും ട്രഡീഷണൽ നോളജ് അഗ്രികൾച്ചറിലൊക്കെ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിലൊക്കെ അപ്ലൈ ചെയ്യുക. അറിവിനെ എല്ലാ തലത്തിലും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു സ്ട്രോങ് ഇ ഗവേണൻസ് ഫ്രെയിംവർക്ക് പബ്ലിക് സർവീസിന് വേണ്ടി കൊണ്ടുവരിക. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എന്ന ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടിട്ട് ഒരു കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസെമിനേഷൻ ഓഫ് നോളജ്. ഡിസെമിനേഷൻ എന്ന് പറയുമ്പോൾ എൻഷറിങ് യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ ഗേൾസ് ആൻഡ് അതർ ട്രഡീഷണലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. അത് മാക്സിമം അറിവിനെ പ്രചരിപ്പിക്കുക. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കുറവുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറവാണ്. അതുപോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പം ആ ഒരു മാക്സിമം എല്ലാവരോട്ടും നോളജ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗേൾസിൻ്റെ എഡ്യൂക്കേഷനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അതർ ട്രഡീഷണലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്, അവർ കാലകാലങ്ങളായിട്ട് അതും ലിറ്ററസി കിട്ടാത്ത ഗ്രൂപ്പ്സ് ഒക്കെ ആണെങ്കിൽ അവരെയൊക്കെ കുറെ കൂടെ പ്രൊമോട്ട് ചെയ്യുക. ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. ഒരു ലൈഫ് ലോങ് ലേണിംഗിൻ്റെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക. എസ്പെഷ്യലി ഫോർ സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ അവർ ഭയങ്കര സ്കിൽഡ് ആയിരിക്കും, ബാക്കി ഏരിയയിൽ അവർക്ക് നോളജ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിലോട്ടൊക്കെ മാക്സിമം നോളജ് എത്തിക്കുക. ടേക്കിംഗ് സ്റ്റെപ്സ് ടു ബൂസ്റ്റ് ലിറ്ററസി ലെവൽസ് യൂസിങ് ICT പോലെയുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച്, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലിറ്ററസി ലെവലൊക്കെ മാക്സിമം കൂട്ടുക. ടു എൻഹാൻസ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സിനെ മാക്സിമം എൻഹാൻസ് ചെയ്യിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും പബ്ലിക്കിന് മൊത്തത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഗേൾസിന്, പിന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, കുറച്ചും കൂടെ ട്രഡീഷണൽ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിന്, സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ മാക്സിമം അറിവെത്തിക്കുന്ന രീതിയിൽ എല്ലായിടത്തേക്കും പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു കമ്മീഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും നമുക്കൊന്നും ബൈഹാർട്ട് ചെയ്യാനില്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കണം. എന്താണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ നോളജ് കമ്മീഷൻ. അതിൻ്റെ ചെയർമാൻ ആണെങ്കിൽ സാം പിട്രോഡ, അതിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ PM ഭാർഗവ. ഇത്രയും മെമ്പേഴ്സൊക്കെ ചേർന്ന് 27 ഫോക്കസ് ഏരിയാസിനെ നോക്കിക്കൊണ്ട് 300 റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐഡിയയിലാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി 2006. ഒരു 3 വർഷം എടുത്താണ് അവർ ഇത്രയും കാര്യങ്ങൾ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ്? ഇന്ത്യനെ നല്ലൊരു നോളജ് എഡ്ജാക്കി മാറ്റുക. ഇന്ത്യയിൽ മാക്സിമം ഒരു പുതിയ നോളജിൻ്റെ ക്രിയേഷൻ, നോളജ് ആപ്ലിക്കേഷൻ, നോളജിൻ്റെ ഡിസെമിനേഷൻ ഒക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ നോളജ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ റിസർച്ചിന്, ഇന്നോവേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്നും അവിടെ നിന്നുള്ള സോഴ്സിൽ നിന്നൊക്കെ എടുത്ത് മാക്സിമം പുതിയ ഐഡിയാസ്, പുതിയ കാര്യങ്ങൾ, പുതിയ നോളജ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യുക. അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതർ ഏരിയാസിലോട്ടൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജിനെ എല്ലാം അഗ്രികൾച്ചർ മേഖലയിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഒരു സ്ട്രോങ് ഇ ഗവേണൻസ് സിസ്റ്റം പബ്ലിക്കിന് കൊണ്ടുവരിക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആപ്ലിക്കേഷനിൽ, അറിവിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാ തലത്തിലും കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഡിസെമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലായിടത്തേക്കും ഈ അറിവിനെ പ്രചരിപ്പിക്കുക. പെൺകുട്ടികൾക്കായിക്കോട്ടെ, സ്കിൽഡ് സ്കിൽഡ് വർക്കേഴ്സിനായിക്കോട്ടെ, പിന്നെ ട്രഡീഷണൽ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനായിക്കോട്ടെ, അവരിലോട്ടൊക്കെ അറിവിനെ എത്തിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. Now let's see the organization structure. ഈ NKC നാഷണൽ നോളജ് കമ്മീഷൻ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ. പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഈ NKC വരുന്നത്. NKCക്ക് ഒരു ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ചെയർമാനും വൈസ് ചെയർമാനും മെമ്പേഴ്സും എല്ലാം ഉൾപ്പെടെ 8 പേരാണ് അവരുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 8 മെമ്പേഴ്സാണ് ഉള്ളത്. ഇവർ പാർട്ട് ടൈം ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഈ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിച്ചിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്. ഈ
സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 10 യങ് പ്രൊഫഷണൽസ് ഫ്രം പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നിട്ടുള്ള 10 യങ് പ്രൊഫഷണൽസ് ആണ്. ഇവർ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരാണ് ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ ഒരു നോഡൽ ഏജൻസിയാണ് പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, പിന്നെ ഒരു നാഷണൽ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. ഈ നാഷണൽ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, പിന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും മിനിസ്ട്രി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉണ്ട്, അതിന്റെ കീഴിൽ ചെയർമാന്, വൈസ് ചെയർമാൻ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ചെയർമാൻ ഉൾപ്പെടെ 8 മെമ്പേഴ്സ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ട്. ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തിട്ട് സപ്പോർട്ടിംഗ് സ്റ്റാഫ് 10 എഫിഷ്യന്റ് ആയിട്ടുള്ള 10 യങ് പ്രൊഫഷണൽസ് ആണ് ഫ്രം പ്രീമിയം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുള്ളത്. ഇവർ കോൺട്രാക്ട് ബേസ്ഡാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം ഈ പറഞ്ഞ മെമ്പേഴ്സ് ആണെങ്കിൽ 8 മെമ്പേഴ്സ് ആണെങ്കിൽ ഇവർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിയിട്ടല്ല ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന് ഒരു നാഷണൽ സ്റ്റിയറിംഗ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അതിനകത്താണ് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മന്ത്രിമാർ വരുന്നത്. ഏതൊക്കെ മിനിസ്ട്രി എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും മിനിസ്ട്രിന്ന് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ അഗ്രികൾച്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എത്രമാത്രം നമ്മൾ കണ്ടു ഒരു ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷൻ മേഖലയിൽ ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വരണമല്ലേ. ഹ്യൂമൻ റിസോഴ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഒക്കെ അവിടെ വരണം അല്ലെ. പിന്നെ ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്ലാനിംഗ് കമ്മീഷൻ. ഈ ഒരു നാഷണൽ സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചേഴ്സ്. പിന്നെ ഇതിനകത്ത് ഒഫീഷ്യൽസ് ഉണ്ട്. ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒഫീഷ്യൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു എൻഗേജ്ഡ് ഒരു സ്ട്രക്ചർ. ഇവരാണ് ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോക്കസ് ഏരിയ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ടു ഇ ഗവേണൻസ് ഇൻ 5 ഫോക്കസ് ഏരിയസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ആക്സസ്. ഓക്കെ, ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ. 2 കോൺസെപ്റ്റ്, 3 ക്രിയേഷൻ, 4 ആപ്ലിക്കേഷൻ, 5 സർവീസസ്. ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ, കോൺസെപ്റ്റ്, ദെൻ ക്രിയേഷൻ. 2 C വരുന്നുണ്ട് അല്ലെ. കോൺസെപ്റ്റ്, ക്രിയേഷൻ, പിന്നെ ആപ്ലിക്കേഷൻ, പിന്നെ സർവീസസ്. ഇപ്പൊ 2 A 2 C ഒരു S ഉണ്ട്. 2 A എന്താണ്? ഒന്ന് ആക്സസ് ഓഫ് നോളജ്, 2 ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. 2 C എന്തൊക്കെയാണ്? ക്രിയേഷൻ ആൻഡ് കോൺസെപ്റ്റ്. പിന്നെ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇ ഗവേണൻസ് പോലെയുള്ള സർവീസസ്. അപ്പൊ എന്തൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുക? ഒന്നാമത്തത് ആക്സസ് ഓഫ് നോളജ് ആണ്. നോളജിനെ ആക്സസ് ചെയ്യണം, എല്ലാ തരത്തിലും അറിവിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ലിറ്ററസി, ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ലൈബ്രറീസ്, നെറ്റ്വർക്ക്, പോർട്ടൽ, ഇതൊക്കെയാണ് ഇവർ എംഫസൈസ് ചെയ്യുന്നത് ആക്സസ് ടു നോളജ് എന്ന് പറയുമ്പോഴേക്കും. അറിവ് നേടാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് എന്ത് വേണം? ലിറ്ററസി വേണം അല്ലേ. നമുക്ക് ലിറ്ററസി വേണം, അക്ഷരജ്ഞാനം വേണം, എന്നാലും നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ട്രാൻസ്ലേഷൻ, ഇപ്പൊ ഇംഗ്ലീഷിൽ വായിച്ചാൽ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയാൻ സാധിക്കണം. പിന്നെ ലൈബ്രറീസ് വേണം, നമുക്ക് നോളജ് അക്വയർ ചെയ്യാനായിട്ട് ലൈബ്രറി സപ്പോർട്ട്, നെറ്റ്വർക്ക്സ്. ഓക്കെ, പിന്നെ പോർട്ടൽ, ഡിഫറെന്റ് പോർട്ടൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിവ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾ ലെവൽസ് ആൻഡ് ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലത്തിലും നിന്നുകൊണ്ടുള്ള ആ ഒരു എല്ലാ ലെവലിലും, അതാണ് അവർ കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറെന്റ് ഏരിയസ് ആൻഡ് ഫോംസ് ഇതിൽ കവർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഓൾ ഏരിയ ആണ്. അപ്പൊ സ്കൂൾ എഡ്യൂക്കേഷൻ, പിന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, ലീഗൽ എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ സമസ്ത മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ടാണ് കോൺസെപ്റ്റ് ഓഫ് നോളജ് അവർ ഇതിനകത്ത് എംഫസൈസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓഫ് നോളജ് അപ്പൊ എല്ലാ മേഖലയിലും നിന്നുണ്ട്. സ്കൂൾ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ വന്നിട്ട് പ്രൊഫഷണൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ, ലീഗല്, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്. ഓക്കെ, പിന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇതാണ് കോൺസെപ്റ്റ്, നോളജ് കോൺസെപ്റ്റിൽ അവർ പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് നോളജിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തലത്തിൽ ഈ നോളജിനെ അവർക്ക് അപ്ലൈ ചെയ്യാം, എവിടേക്കാണ് ഈ നോളജിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, പിന്നെ റൂറൽ ആൻഡ് SMEs. ഓക്കെ, പിന്നെ ട്രഡീഷണൽ നോളജ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, റൂറൽ ആൻഡ് SME, ഇങ്ങനെ പല തലത്തിലാണ് നോളജിന്റെ ആപ്ലിക്കേഷൻ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് സർവീസസ് ലൈക്ക് ഇ ഗവേണൻസ് പോലുള്ള സർവീസസ്, ഈ നോളജ് അത്രയും എത്തുമ്പോഴാണല്ലോ ഇ ഗവേണൻസ് പബ്ലിക്കിലോട്ട് തന്നെ, പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇ ഗവേണൻസ് എന്ന് പറയുമ്പോഴേക്കും
എന്താണ് എല്ലാ ആളുകൾക്കും അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഗവേണൻസ് പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് എന്താ പറയുക, നമുക്ക് തന്നെ അറിയാം ഈ ഗവേണൻസിൻ്റെ ആപ്ലിക്കേഷൻ എവിടേക്കാണ് വരുന്നതെന്നുള്ളത് അല്ലെ. ഇപ്പോൾ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഇപ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങാണ്ട് സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്, അക്ഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ ഗവേണൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഗവേണൻസ് എവിടേക്ക് വരുന്നത്, നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ പബ്ലിക് സർവീസസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സർവീസസ് കൊടുക്കാൻ പറ്റും പബ്ലിക്കിന് അല്ലേ. പിന്നെ റെഡ്യൂസിങ് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്, പിന്നെ സിറ്റിസൺസിനെ എംപവർ ചെയ്യുക, അവർ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി കൂട്ടുക, ഗ്രേറ്റർ ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഈ ഗവേണൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഏരിയാസ് ആണ് നാഷണൽ നോളജ് കമ്മീഷൻ ഫോക്കസ് ചെയ്തിരുന്നത്. ഏതൊക്കെയാണ്? ആക്സസ് ടു നോളജ്, പിന്നെ നോളജിൻ്റെ ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, റൂറൽ ആൻഡ് SMEs ട്രഡീഷണൽ നോളജിലൊക്കെ ആപ്ലിക്കേഷൻ, പിന്നെ ഒരു എ ആക്സസ്, ഒരു എ ആപ്ലിക്കേഷൻ, പിന്നെ ഒരു C കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് കൊണ്ട് എല്ലാ തലത്തിലും സ്കൂൾ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലീഗൽ, മെഡിക്കൽ, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ ഒരു C എന്താണ്? ക്രിയേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേഷൻ എന്ന് പറയുമ്പോഴേക്കും എഫക്റ്റീവ് എഡ്യൂക്കേഷൻ ക്രിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊമോട്ട് റിസർച്ച്, ലിങ്ക് റിസർച്ച്, ഓഗ്മെന്റ് ദ R&D ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് ഇന്നോവേഷൻ, സ്ട്രെങ്തൻ ദ IPR റെജിം. അതായത് റിസർച്ചിനെ കുറെ കൂടെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് നോളജ് ക്രിയേഷൻ. നമ്മൾ മുന്നേ കണ്ടുള്ളൂ, അറിവിനെ കുറെ കൂടെ നോളജ് ക്രിയേഷനുള്ള ഓപ്ഷൻസ് ആണ്. കുറെ കൂടെ റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ, ഇന്നോവേഷൻസ് വരുമ്പോൾ റിസർച്ചിനെ ലിങ്ക് ചെയ്യുക, റിസർച്ച് നടത്തുന്നു, അതിനെ ലിങ്ക് ചെയ്തിട്ട് R&D ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ഇന്നോവേഷന്, പുതിയ ഇന്നോവേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ IPR റെജിമിന്റെ സ്ട്രെങ്ത് കൂട്ടും. IPR എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഈ പേറ്റന്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം കണ്ടല്ലേ, പുതിയ കണ്ടുപിടുത്തങ്ങളും ഇന്നോവേഷൻസ് കൊണ്ടുവരിക, പുതിയ ഇന്നോവേഷൻസ് വേണ്ടി R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക. അപ്പോൾ പുതിയ കാര്യങ്ങൾ ആളുകൾ ഇന്നോവേറ്റ് ചെയ്ത്, റിസർച്ച് ചെയ്ത്, കണ്ടുപിടിച്ച്, ലിങ്ക് ചെയ്ത്, അതിനെ ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ സ്ട്രെങ്ത് ചെയ്ത്, അങ്ങനെ ഒരു നോളജ് ക്രിയേഷൻ. ഇതാണ് ഇവർ ഫോക്കസ് ചെയ്യുന്ന 5 ഏരിയാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ NKC നാഷണൽ നോളജ് കമ്മീഷൻ 2005 വന്നു. മൻമോഹൻ സിംഗിന്റെ ടൈം പീരീഡിലാണ്. അതിൻ്റെ ചെയർമാൻ സാം പിട്രോഡയാണ്. അവർ മെയിൻലി എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്ത്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ഏരിയയിൽ അവർ ഡിഫറെൻറ്റ് ഏരിയാസിലായിട്ടാണ് അവർ സ്റ്റഡി നടത്തി അവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവർ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്? ആക്സസ് ടു നോളജ്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സർവീസസ് ഓഫ് നോളജ്, കോൺസെപ്റ്റ് ഓഫ് നോളജ്, ക്രിയേഷൻ ഓഫ് നോളജ് എന്നുള്ളതാണ്. അപ്പം ഇവർ എല്ലാ തരത്തിലും നോളജിന് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഫോറിൻ സർവീസസ് എടുക്കുക, നമ്മുടെ ഇന്ത്യനെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റുക. അതുപോലെ എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, മെഡിക്കൽ, ലീഗൽ, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും നോളജിൻ്റെ കോൺസെപ്റ്റ് എത്തിക്കുക. അതുപോലെ തന്നെ മാക്സിമം ആളുകളെ ലിറ്ററേറ്റ് ആക്കുക, ആളുകൾക്ക് ലാംഗ്വേജ്, അതുപോലെ ട്രാൻസ്ലേഷൻ, ലൈബ്രറീസ്, നെറ്റ്വർക്ക്, പോർട്ടൽ എല്ലാം റെഡിയാക്കി മാക്സിമം ആളുകളിലോട്ട് ആക്സസ് എത്തിക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാ തലത്തിലും കൊണ്ടുവരിക. പിന്നെ അഗ്രികൾച്ചർ, റൂറൽ ആൻഡ് SME, ട്രഡീഷണൽ നോളജ് എല്ലാ തലത്തിലും ആപ്ലിക്കേഷൻസ് വരിക. അതേപോലെ സർവീസസ്, മാക്സിമം സർവീസസ്, സാധാരണ ഒരു എഡ്യൂക്കേഷൻ തൊട്ട് ഈ ഗവേണൻസ് വരെ പബ്ലിക്കിലോട്ട് എത്തിക്കുന്ന രീതിയിൽ അത്രയും നോളജിനെ വൈഡ് സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെയാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്, ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഷണൽ നോളജ് കമ്മീഷൻ 2005 പറ്റിയിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയില്ല ഇവർ എന്തൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്ന, ഫോക്കസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, കമൻസ് ഒക്കെ അറിയിക്കുക. നമ്മൾ ലോങ് ടേം കോഴ്സ് PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LDC 2024 പോലത്തെ എക്സാംസ് ഇനി വരുന്നുണ്ട് അല്ലേ, KS എക്സാംസ് വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാം ഏതും ആകട്ടെ നമ്മൾ ആഴത്തിൽ ടോപ്പിക്സ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള PSC എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഒരറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക, നമ്മൾ വേൾഡ് ഹിസ്റ്ററി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് സിലബസ് എടുത്ത് ഓരോ ടോപ്പിക് എടുത്ത് അഴിച്ച് മുറിച്ച് അതിനെ പഠിച്ച് മാക്സിമം നമ്മൾ റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു ലോങ് ടേം കോഴ്സായിട്ടൊരു കമ്പൈൻ സ്റ്റഡി പോലെ നമ്മൾ കോഴ്സ് പോവുകയാണ്. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ PSC ബിഗിനറൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ബിഗിനേഴ്സ് വരാൻ സാധ്യതയില്ല, കാരണം മെയിൻസിന് വേണ്ടി നോക്കുന്നത് എന്താണെങ്കിലും യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാമിനേഷൻ്റെ പ്രിലിംസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളവരായിരിക്കുമല്ലോ. എനിവേ, നിങ്ങൾ ഇതുവരെയുള്ള സ്റ്റഡീസ് ഒരു സ്ട്രക്ചേർഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും